AMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിന് മുകളിലൂടെ ബസ് കയറുകയായിരുന്നു. നസ്രിയത്ത് മൻസിയയാണ് മരിച്ചത്. എതിരെ വന്ന ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. പിതാവിനൊപ്പം സ്കൂളിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞ്. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയാണ്. ഓട്ടോയിലിടിച്ചാണ് സ്കൂട്ടർ മറിഞ്ഞത്. വീണുപോയ കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. വോട്ട് ചോരി ക്യാമ്പയിന് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കൃത്യമായി വോട്ട് സൃഷ്ടിച്ച് ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളെ കളങ്കപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും വോട്ട് ചോരി ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം നഗരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK സിറാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ P. ആൻഡ്രു, DCC അംഗം VP സുകുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ VV സെബാസ്റ്റ്യൻ, KC മാർട്ടിൻ, PC സുരേഷ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, ഭാരവാഹികളായ സുരേഷ് കുളങ്ങര, EV വിജയകുമാർ, KS ചന്ദ്രശേഖരൻ, മഞ്ജു നവാസ്, ജിനാസ് ജബ്ബാർ, സിന്ധു പാറപ്പുറം, KP അനൂപ്, ഡേവിസ് കൂട്ടുങ്ങൽ, TB റഷീദ് എന്നിവർ നേതൃത്വം നൽകി. റാപ്പർ വേടനെതിരെ വീണ്ടും പരാതി. ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 2 യുവതികൾ. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് കുരുക്ക് മുറുകുന്നു. വേടനെതിരെ 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നേരിട്ടെത്തിയാണ് ശനിയാഴ്ച നൽകിയത്. 2020-ലും 2021-ലും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതികൾ. അതേസമയം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഈ സാഹചര്യത്തിൽ പുതിയ പരാതി കൂടി ഉയർന്നത് മുൻകൂർ ജാമ്യാപേക്ഷയെ ബാധിക്കുമെന്നും സൂചനയുണ്ട്. 2021 മുതൽ 2023 വരെ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. പരാതിക്ക് പിന്നാലെ വേടനെ കസ്റ്റഡിയിലെടുക്കുവാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ഒളിവിലാണെന്നാണ് വിവരം. വേടനായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വേടൻ പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 5 തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ മൊഴി. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട്. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ KSRTCയെ വച്ച് നേരിടും താക്കീതുമായി ഗതാഗത മന്ത്രി. സ്വകാര്യ ബസ്സുകൾക്ക് മുന്നറിയിപ്പുമായി താക്കീതുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. 500 ലോക്കൽ ബസ്സുകൾ KSRTCക്കുണ്ട്. ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്നും ഗതാഗത മന്ത്രിയുടെ വെല്ലുവിളി. രാമനിലയത്തിലെത്തി ബസ് ഉടമകൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. വേണ്ടിവന്നാൽ ഓണക്കാലത്ത് പണിമുടക്കും എന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട്. ഇതിനോടാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കുവാൻ കഴിയാത്തതാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ആദ്യം അവർ മത്സരോട്ടം നിർത്തട്ടെയെന്നും മന്ത്രി പറഞ്ഞു. സമരം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ സമരം ചെയ്തോളാൻ പറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ തെറ്റ് വരുത്താറുണ്ടോ? പേടിക്കേണ്ട, ഇനി AI തിരുത്തി തരും. വാട്സ്ആപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാലോ എന്ന പേടി ഇനി വേണ്ട. എല്ലാ തെറ്റുകളും AI തിരുത്തി തരും. പുതിയ അപ്ഡേറ്റ് ഉടൻ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ സന്ദേശങ്ങളിൽ ഏതൊക്കെ മാറ്റം വരുത്താമെന്നും ഗ്രാമർ മിസ്റ്റേക്കുകളുണ്ടോ എന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലാകും പുതിയ അപ്ഡേറ്റ് എത്തുക എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വാട്സ്ആപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾക്ക് തെറ്റ് സംഭവിച്ചാലോ എന്ന പേടി ഇനി വേണ്ട. എല്ലാ തെറ്റുകളും AI തിരുത്തി തരും. പ്രൊഫഷണൽ, സപ്പോർട്ടീവ്, ഫണി ഇങ്ങനെ 3 രീതിയിലാകും സന്ദേശങ്ങൾ ലഭിക്കുക. ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. റൈറ്റിംഗ് സഹായം വേണ്ടവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഓടുന്ന ട്രെയിനിൽ നിന്നും വീണു, യുവാവിന് ഗുരുതര പരിക്ക്. തൃശൂർ വടക്കഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും
തെറിച്ചു വീണ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9:30 എങ്കങ്കാട് റെയിൽവേ ഗേറ്റിന് സമീപമാണ് സംഭവം. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ നിന്നും യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് അബദ്ധത്തിൽ വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ ഷൊർണൂർ റെയിൽവേ പാതയ്ക്ക് സമീപത്തെ പുൽമേട്ടിൽ അവശനിലയിൽ കിടന്നിരുന്ന യുവാവിനെ നാട്ടുകാരാണ് ആദ്യം കണ്ടെത്തിയത്. ബോധരഹിതനായിരുന്നുവെങ്കിലും യുവാവിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ നിന്നാണ് ഇയാൾ വീണത് എന്നാണ് കരുതപ്പെടുന്നത്. അപകടത്തെക്കുറിച്ച് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലികൾ കൂടി ചെയ്യണമെന്ന ഉത്തരവ് തിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലികൾ കൂടി ചെയ്യണമെന്ന ഉത്തരവ് തിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. പരാമർശങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് മാറ്റമെന്നും ഉത്തരവിൽ പറയുന്നു. ക്ലറിക്കൽ ജോലി പ്രിൻസിപ്പൽമാരും ജോലിഭാരം കുറവുള്ള അധ്യാപകരും ചേർന്നാണ് ചെയ്തുവരുന്നത്. ലൈബ്രറിയുടെ ചുമതല ജോലിഭാരം കുറവുള്ള ഒരു അധ്യാപകന് നൽകിയാൽ മതിയെന്ന് പുതിയ ഉത്തരവ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ തസ്തികകൾ അനുവദിക്കുവാൻ കഴിയില്ലെന്നും അതിനാൽ ക്ലർക്കുമാരുടെ ജോലികൾ കൂടി പ്രിൻസിപ്പൽമാർ ചെയ്യണം എന്നുമായിരുന്നു വിവാദ ഉത്തരവ്. ഇത് അധ്യാപക സംഘടനകളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വളയൻ ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അപേക്ഷയ്ക്ക് മറുപടിയായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു മുഴുവൻ സമയ ക്ലർക്കിന്റെ ആവശ്യമില്ലെന്നും പ്രിൻസിപ്പൽമാരുടെ അധ്യാപന സമയം ആഴ്ചയിൽ 8 പീരീഡായി കുറച്ചത് അധിക ജോലികൾ കൂടി ചെയ്യാനാണ് എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശരാശരി ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ജോലിഭാരമില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീക്കിടെ ബൈക്കിന് തനിയെ തീപിടിച്ചു, ഒഴിവായത് വൻ അപകടം. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രീക്കിടെ റെഡ്ബുൾ റിംഗിൽ വെച്ച് ബൈക്കിന് തീപിടിക്കുന്നതും ഉടൻ റൈഡർ വാഹനം അരികിലേക്കൊതുക്കി ജീവൻ സുരക്ഷിതമാക്കുന്നതുമായ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. VR46 റേസിംഗ് ടീം റൈഡർ ഫാബിയോ ഡി ജിയാന്റോണിയോ ഓടിച്ച ബൈക്കിനാണ് പെട്ടെന്ന് തീപിടിച്ചതും ഇതിനെ തുടർന്ന് വാഹനം ഉപേക്ഷിക്കേണ്ടി വന്നതും. സർക്യൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിൻഭാഗത്ത് എഞ്ചിനിൽ നിന്നും തീ ആളിപ്പടർന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഫാബിയോ വാഹനം നിർത്തുന്നതും അതിൽ നിന്ന് ഇറങ്ങുന്നതും വീഡിയോയിൽ കാണാം. തൊട്ടു പിന്നാലെ റേസ് മാർഷലുകൾ സ്ഥലത്തെത്തി തീയണച്ചു. അപകടമുണ്ടായതോടെ അദ്ദേഹത്തിന് തുടർന്ന് മത്സരിക്കാനായില്ലെന്നാണ് വിവരം. അതേസമയം റേസിംഗ് ബൈക്കിന് ഏത് വിധത്തിൽ തീ പടർന്നു എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. മെക്കാനിക്കൽ തകരാറായിരിക്കാം എന്നതാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. അതിനിടെ സംയോജിതമായി ഫാബിയോയുടെ നീക്കം പ്രശംസ പിടിച്ചുപറ്റി. മറിച്ചായിരുന്നുവെങ്കിൽ ഗുരുതരമായ സാഹചര്യം ഉടലെടുക്കുമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.